ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ പുച്ചിക്കണ്ണ നായ. അതെ അതല്ല, നമ്മളെ മെയിൻ ക്യാരക്ടർ ദിൽഷാദ്. എല്ലാവരും അത് കാണാം. അതായത് അഡ്രൂട്ട മീഡിയ എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനലില് നമ്മുടെ ബാംഗ്ലൂർ മസ്താന് മാന്യ സദസ്സിന് അഡ്രൂട്ട മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. ബാംഗ്ലൂർ മസ്താനിലാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. ഒരു കിണ്ണം കാച്ച ക്യാമിയ റോൾ ഉണ്ട്. പടം കണ്ടിട്ട് എല്ലാവരും കമന്റ് ചെയ്യാം. ഡിപ്രഷനിലൊക്കെ ഒരുപാട് പാട്ട് ഓഫാക്കിയപ്പോ പിന്നെ ബൈക്കോണ്ടില്ല ഉപദ്രവം. ശരിയാ. ഫുഡ് റെഡിയാ? അങ്ങോട്ട് പോണ്ട, അത് മുമ്പ് പോയിക്കോളും. നീ മൈക്ക് വെച്ചിട്ട് അങ്ങോട്ട് പോയാലോ. ദിൽഷാദേ പറയ്, മറ്റേ സിനിമയെ കുറിച്ചിട്ട് പറയും. അല്ല, ചത്താപ്പച്ച ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ പടം ഇല്ലാത്തതുകൊണ്ട് എല്ലാരും പോയി കാണാം. കുഴപ്പമില്ല, ബോറടിക്ക് പറ്റ മോശം എന്ന് അറിയില്ല. ഇതൊരു ആവറേജ്. എനിക്ക് ഈ വ്ളോഗിനെ കുറിച്ച് എന്താ പറയാ? വളരെ മോശം 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 എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഈ BTS കുറിച്ച് വേറെ നല്ലതൊന്നും പറയാല്ലോ. നല്ലത് BTS ഏറ്റവും ഒരു ക്യാരക്ടർ കൊണ്ടാണ് ഇത് മോശമാവുന്നത്. ഒറ്റ ക്യാരക്ടർ, ആമിർ അലി. നാലകത്ത് നാലകത്തനാണ്, നാലല്ല. ഇന്ന് എന്തൊക്കെയാണ് ഫുഡ് കൂടെ? എന്ന് നമുക്ക് രണ്ട് പിസ്സ. ഞാൻ ഡയറ്റിങ്ങിലാടാ. പുലർച്ചെ 5 മണി വരെ കാത്തുനിന്നിട്ട് 2 പിസ്സ. പുലർച്ചെ 5 മണി വരെ നമുക്ക് ട്രൈ ചെയ്യാൻ ചോദിച്ചു. എക്സ്ട്രാ 5 പൈസ തരും തന്നെ. ജ്യൂസ് ഒന്നുമില്ല? നിനക്കൊരു കോക്ക് തരാം. ഓക്കെ, അത് ന്യായം. അല്ല, നമ്മൾ അവരെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതല്ല നമുക്ക് വാങ്ങിക്കാം. അതെ, അത് ശരിയാ. അതെ, ഇപ്പൊ 2 ആൾക്കാരുണ്ട് ടേസ്റ്റ് ചെയ്യാൻ. ദിൽഷാദുണ്ടെന്ന് ഞാനോ? അതാ ഓലിന്നോട് അറിയാം 2 ദിവസം. ദിൽഷാദ്, ദിൽഷാദിനൊരു അടിപൊളി വ്ളോഗ് ഞാൻ കൊണ്ടുകൊടുക്കുന്നുണ്ട്, സെറ്റായി കൊടുക്കുന്നുണ്ട്. പാർവതി അതും കാണിക്കല്ലേ? അങ്ങനെ കാണിച്ചോ? നീ എനിക്ക് മെസ്സേജ് എനിക്ക് മെസ്സേജ് അയച്ചല്ലോ. പിന്നെ റീപ്ലൈ കൊടുക്കാം. ഞാൻ മാനല്ലേ. എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഓക്കെ, 8000. ഹലോ. അയ്യോ എടാ, അത് പാർവതി എന്റെ ഫ്രണ്ടാണ്. ഹലോ, ഞാൻ മറന്നുപോയതാ. ഹലോ ഗൈസ്, ആരും തെറ്റിയിരിക്കണ്ട, എന്റെ ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. നമ്മള് വ്യൂസ് കൂട്ടാനല്ല കാണുന്നത്, അതിൽ പുതിയ കമന്റ്സ് വന്നിട്ടുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ. ഇപ്പൊ ഒരു പെണ്ണ് കുറച്ചേരം മുമ്പ് മെസ്സേജ് അയച്ചു. ഞാനിത് കാണിച്ചു തന്നില്ലേ? ഞാനിന്ന് അവിടെ പോയി, നിങ്ങളെ വീഡിയോ ഉണ്ടെന്ന് അവിടെ പോയി. ഫുഡ് അടിപൊളിയായിരുന്നു. ഓള് കമന്റ് ഇട്ടത്. നമ്മളതിന് ഒരു ലൈക്ക് കൊടുക്കുക, അതുകൊണ്ടാണ് കാണുന്നത്. നമ്മള് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നാ പറയുന്നത്. അതായത് എന്താ പറയാ, ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ നമ്മള് നല്ലതെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ലൈക്ക്, ചില
ഷോപ്പ് നഗരം ഉണ്ടാവും. അപ്പൊ അവര് നമുക്ക് ഫ്രഷ് സാധനം തരും. നമ്മള് വീഡിയോ ഉണ്ട് പോകുന്നവർക്ക് അത്ര ഫ്രഷ് കൊടുക്കണം ഇല്ല അപ്പൊ നമുക്കൊരു നെഗറ്റീവ് ആണ്. അപ്പൊ അങ്ങനത്തെ കമന്റും വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമുക്ക് കമന്റ് വരുമ്പോ ചിലപ്പോൾ ഓണറെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓണറെ ശ്രദ്ധയിൽ അത് പെടുത്തണം. അതൊക്കെ യഥാർത്ഥം പോകുന്നത് മൊബൈലില് യൂട്യൂബ് അത് തട്ടിപ്പിട്ടി പോയതല്ല. ഇൻഫോർമേറ്റീവ് വീഡിയോ എന്റർടൈൻമെന്റ് വീഡിയോ നമ്മ ഫുഡ് അടിക്കാം എന്നിട്ട് ഇവന്റെ കളിയും ചിരിയൊക്കെ നമ്മ എടുക്കാം. നിങ്ങളൊന്ന് പിടിക്കുക ഞാൻ പിന്നെയും പോയി കോള് കണ്ടറിയാ ഫേക്കാ ഉടായിപ്പോയി. അതടുത്ത കുട്ടിയാ 5 മിനിറ്റിൽ ഇവന്റെ 5 ഇത് കിച്ചൺ ഒരു കോള് കഴിഞ്ഞ് വന്ന് മൈക്ക് ഞാനിപ്പോ നമുക്ക് ബാംഗ്ലൂരില് ആമിർ ഫാൻസ് അസോസിയേഷൻ അടാ അതൊരു 10 യൂസിന്റെ മുന്നോട്ട് പോട്ടെ എന്നിട്ട് നോക്കാം. 10 വ്യൂസ് 100 സബ്സ്ക്രൈബ് പോലും ആയിട്ടില്ല. പക്ഷെ ഡെയിലി ഒരു 25 സബ്സ്ക്രൈബേഴ്സ് വെച്ച് കൂടുണ്ട്. ഇപ്പൊ ടോട്ടൽ 46 അതൊക്കെ ഞാൻ 25 ഇമെയിൽ വല്ലതാ 25 എടാ ഞാൻ അത് 25 ഇൻസ്റ്റാ പേജ് ഉണ്ടാക്കിട്ട് ഇന്ന ഫോളോ ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഇന്നെ വെച്ചിട്ടല്ല ജീവിക്കുന്നത്. പിന്നെന്താ എന്റെ മുഖം കാണിക്കുന്ന ഒരു വീഡിയോ നിന്റെ ചാനൽ ഇടാൻ പാടില്ല. പറ്റുമോ? അതെങ്ങനെ ചെയ്യാം? ഇതൊരു പകുതി പൈസ തിരിച്ചാലും മുഖം വേണ്ടേ? പകുതി പൈസ ഇതിലൂടെ നിനക്കും കൂടി പ്രൊമോഷൻ ഉണ്ട് ദിൽഷാദെ. ഞാൻ പറയട്ടെ കാണിക്കാൻ പാടില്ല. ഓക്കെ നീ കാണിക്ക്. എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം അടുത്ത പോയി ഇവർക്ക് ഓരോ മൂന്നാമത്തെ പെണ്ണ് നമുക്ക് ഒക്കെ തലി വരച്ചത് നമ്മളൊന്നും ആരായി. റിസോർട്ട് എടുക്കണല്ലോ. റിസോർട്ട് എടുക്കണമെന്നാ? റിസോർട്ടിന്റെ വ്ളോഗ് പിടിക്കണല്ലോ. നൈസ് പരിപാടി ചെയ്യും. നൈസ് പരിപാടി ചെയ്യും. നൈസ് വരും. ഗോവയിൽ പറഞ്ഞ 2 ഫുള്ള് ഗോവയിൽ പറഞ്ഞത് എന്തുണ്ട് എന്താണ്? ഗോവയിൽ പോയപ്പോ റിസോർട്ടിൽ നിന്നപ്പോ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് റിസോർട്ടിൽ നിൽക്കാൻ പൂതി. പൂളിൽ ഒരു കുളി. ഓക്കെ അതത്രല്ലേ ഉള്ളൂ. ഫുള്ള് റെക്കോർഡിംഗ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് റിസോർട്ടിൽ ഒരു ഫുള്ള് കുളി അങ്ങനത്തെ പരിപാടി. എൻജോയ്മെന്റ്. നല്ല പരിപാടിയായിരിക്കും. എന്താ പറയുന്നു? നല്ല ഓപ്ഷനാണ്. ഏതെങ്കിലും റിസോർട്ടിന്റെ ബ്ലോഗ് പിടിച്ചാലും ഫ്രീ ആയിട്ട് ചെയ്തുതരാ. അങ്ങനെ ചെയ്താൽ മതി. ഞാനേതാതി ഞാന് കുറച്ച് എരപ്പന്മാരും വരും. ഒരു മാരി ഉണ്ടാവും. ബാക്കിയെല്ലാം ഒരു എരപ്പൻ നീയാണ്. അത് ഉറപ്പിച്ചോ? കൺഫേം. പിച്ച നോക്കിയ ചില കാല് കുത്ത സ്ഥലമില്ല. പിസ്സന്റെ വീഡിയോ എടുക്കട്ടെ. അല്ല അവിടെ പോയിട്ട് വൈഷ്ണവിന് ഹായ് കൊടുത്തിട്ട് വന്നു. എന്തിനാ ഇവിടെ എന്താ? എനിക്ക് 10 പെണ്ണുങ്ങളെ പോകാൻ 10 പെണ്ണുങ്ങളല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഫ്രണ്ട്സ്? ഈ പാതിരാത്രി രാവിലെ 4:30 വിളിച്ചാൽ മതി. ഏത് ഫ്രണ്ട്സാ? നമ്മൾക്കും കുറെ ഫ്രണ്ട്സ് ഉണ്ട് അമീറെ. നമ്മൾ ഈ കാലം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പാതിരാത്രി വിളിച്ചാൽ മറ്റേ ഫ്രണ്ട്സ് ഒക്കെ ഏതാ നമുക്കറിയാം. തെറ്റല്ല. തെറ്റാതൊന്നും ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എടാ നമ്മളൊരു ഇത് ചെയ്യുന്നുണ്ട്. അത് 4 ആളെ മുന്നിൽ അറിയിക്കണം. ഇത് ഫേക്ക് ആണോ? ഫേക്ക് അല്ലാന്നുണ്ട് എനിക്ക് എന്തുകൊണ്ട് എന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞൂടാ. എനിക്ക് 3 ലേഡീസ് വിളിച്ചു. നമ്പർ ഇതൊക്കെ നമ്മൾ ഈ കളി കളിച്ചതാ. അപ്പൊ എനിക്ക് ഇന്റെ ഒരു നമ്പറാണ് അനസ്. മറ്റേ ഇത് അങ്ങനൊക്കെ മാറ്റി സേവ് ചെയ്യും. ഇതൊക്കെ നമ്മൾ കളിച്ച കളിയാ. നീ ഇതൊക്കെ അന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം ഇതിനും വലിയ കളി. കൂടുതൽ അന്റെ പല താത്തമാരും ചേച്ചിമാരും അവര് തട്ടിക്കൊണ്ടോ നീ സീ നോക്കുകള്
കൊല്ലാൻ നോക്കുന്ന ചെക്കൻ പേടിച്ചിട്ടുള്ളട്ടാ. What this is? ഏതാ പിസ്സടാ? अरे ബ്രോ कौन सा पिज्जा फार्म हाउस वेजिस फुल वेजिस വെജീസ് ഓക്കെ. ആ Then വെജ് എന്ന് വെച്ചാ नॉन वेज आई चिकन ഇത് കോൺ okay okay. വെജ് എന്ന് വെച്ചാ നമ്മളാ Okay okay. വിളിച്ചാല് ജൂമിന് മോട്ടോ ആക്കണ്ട ഏത് ഷോർട്ട് ചക്കര പേടിപ്പിച്ച എന്താ ഷോർട്ട് കിട്ടിയോ ജൂമിന് മോട്ടോ ആക്കണ്ട ഓക്കെ 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 വൈഡത്തിനാണ്. വൈഡാക്കി. ഓക്കെ ഷോർട്ട് നോക്കടാ ചക്കര പേടിപ്പിച്ച എടാ ആ വീഡിയോ ഒന്ന് സ്കാൻ ചെയ്ത് നീ പിന്നെ അവനെ കൂടെ പിച്ചാ പോരെ. ആ അവന്റെ കൈ കൊടുത്തായിരുന്നു ക്യാമറ. ഇതെന്തോ വേറെന്തോ ഇതിന് അറിഞ്ഞുകൊടുത്താ ഇത് ആവശ്യത്തിനടുത്തല്ല. BTS വരൂട്ടാ. കൊണ്ടുവരുന്ന സീനുണ്ട്. ആ വിഷയം വിഷയം ആയിരിക്കും. അപ്പൊ എനിക്ക് കഴിക്കുന്ന ഷോട്ട് അത് ഇത് നമ്മ വിഷയേ വെറൈറ്റിക്ക് ആമരെ കൊണ്ട് കഴിക്കുന്ന ഷോട്ട് എടുപ്പിച്ചാലോ? ദിൽഷാന് പേരുണ്ട് ഞാനെങ്ങനെ മറ്റേ വേറെ ലെവലിലേക്ക് പോയാലോ.